ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിനിടയിൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് കനത്ത ആഘാതമേൽപ്പിച്ച് ഇറാഖ് ആകാശത്ത് വെച്ച് വമ്പൻ ഇന്ധനവാഹിനി വിമാനം തകർന്നു വീണു. അമേരിക്കയുടെ വ്യോമശക്തിയുടെ നെടുംതൂണായ KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ദിവസങ്ങൾക്ക് മുമ്പ് അതീവ പ്രഹരശേഷിയുള്ള താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ റഡാർ തകർന്നതിന് പിന്നാലെ അമേരിക്കൻ സൈനിക ഹാർഡ്വെയറുകൾക്കുണ്ടാകുന്ന രണ്ടാമത്തെ വലിയ നഷ്ടമാണിത്. 2 ഇന്ധനവാഹിനി വിമാനങ്ങളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. ഇതിൽ ഒന്ന് പൂർണ്ണമായും തകരുകയും രണ്ടാമത്തെ വിമാനത്തിന് കനത്ത കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കേടുപാടുകൾ സംഭവിച്ച വിമാനം ഇസ്രായേലിലെ ടെൽ അവീവിൽ സുരക്ഷിതമായി ഇറക്കാൻ കഴിഞ്ഞതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഈ വിമാനത്തിൻ്റെ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ പകുതിയോളം തകർന്ന നിലയിലുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിമാനങ്ങൾ തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചതാകാം അപകട കാരണമെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ടെങ്കിലും ശത്രുപക്ഷത്തു നിന്നുള്ള ആക്രമണമോ സാങ്കേതിക തകരാറോ അല്ലെന്ന് സെൻകോം വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദൗത്യങ്ങളിലൊന്നായ ഏരിയൽ റീഫ്യൂവലിംഗ് അഥവാ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കൽ നടത്തുന്നതിനിടെയാകാം അപകടമെന്നാണ് സൂചന. യുദ്ധവിമാനങ്ങൾക്ക് ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബാക്രമണം നടത്താൻ ഇന്ധനം നൽകുന്ന KC-135 വിമാനങ്ങൾ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളിൽ നിർണായകമാണ്. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്ന 4ാമത്തെ യുദ്ധവിമാനമാണിത്. നേരത്തെ കുവൈത്തിന് മുകളിൽ വെച്ച് 3 F-15E ഈഗിൾ വിമാനങ്ങൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ തന്നെ അബദ്ധത്തിലുള്ള വെടിയേറ്റ് തകർന്നിരുന്നു. ഏകദേശം 60 വർഷത്തിലേറെയായി അമേരിക്കൻ സേനയുടെ ഭാഗമായ KC-135 വിമാനങ്ങൾ 146 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ളവയാണ്. സാധാരണയായി 3 അംഗങ്ങളുള്ള സംഘമാണ് വിമാനം നിയന്ത്രിക്കുന്നത്. ആകാശത്ത് വെച്ച് 2 വിമാനങ്ങൾ തമ്മിൽ വെറും 100 അടി മാത്രം അകലത്തിൽ പറന്ന് ഇന്ധനം കൈമാറുന്നത് അതീവ അപകട സാധ്യതയുള്ള കാര്യമാണ്. വിമാനവാഹിനി കപ്പലുകളിൽ ഇറങ്ങുന്നതിനേക്കാൾ ദുഷ്കരമായ ഈ പ്രക്രിയയ്ക്കിടയിൽ ഉണ്ടാകുന്ന പാകപ്പിഴ സൈന്യത്തിന് വലിയ ആൾനാശത്തിനും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.